ഈശോയിൽ പ്രിയമുള്ള സ്നേഹിതരെ, നമ്മൾ വീണ്ടും ഒരു ദുഃഖവെള്ളിയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ദുഃഖവെള്ളിയാഴ്ച തിരുസഭ മുഴുവൻ നിശബ്ദമായിട്ട് കുരിശിന്റെ ചാരെ അണയുകയാണ്. ഈ നിശബ്ദതയില് കർത്താവ് കുരിശിൽ ചൊരിഞ്ഞ വലിയ ത്യാഗത്തെയും സ്നേഹത്തെയും ഓർത്തുകൊണ്ട് സഭ മുഴുവൻ ഈ കുരിശിനെ വണങ്ങുന്നു. നമുക്ക് ഈ അനുഗ്രഹീതമായിട്ടുള്ള ദുഃഖവെള്ളി ഒരു വ്യത്യസ്തമായിട്ടുള്ള ദിനമാക്കി മാറ്റിയാലോ? നമ്മളെല്ലാവരും ദുഃഖവെള്ളിയാഴ്ച ഉപവസിക്കാറുണ്ടല്ലോ. എന്തിനാണത്? കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ ആ വലിയ ത്യാഗത്തിന്റെ ഒരംശമെങ്കിലും ജീവിതത്തില് ഏറ്റെടുക്കുക. ഇനി നമ്മുടെ ഉപവാസം വഴി അപരന് ഉപകാരമുണ്ടാകുന്നെങ്കിലോ അത് കൂടുതൽ അർത്ഥപൂർണമാവുകയല്ലേ? ഈ മാസം, ഏപ്രിൽ മാസം 24, 25, 26 തീയതികളിലായിട്ട് ആലപ്പുഴ ജീസസ് യൂത്ത് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം ഒരുക്കുകയാണ്. നമുക്കതുകൊണ്ട് ഈ ദുഃഖവെളിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാം. ഒപ്പം ഉപവാസത്തിലൂടെ നമ്മൾ ലാഭിക്കുന്ന തുകയുടെ ഒരു ചെറിയ അംശം, ഒരു 30 രൂപ നമുക്ക് ഈ ധ്യാനത്തിന്റെ ചിലവിന് വേണ്ടി നൽകിയാലോ? എങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ദുഃഖവെള്ളി അത് അർത്ഥപൂർണമാകും, അത് അനുഗ്രഹീതമാകും. ഈ ഒരു പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.